എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SSCനെ കുറിച്ച് തന്നെയാണ്. ഒരു മാസമായിട്ട് SSCയുടെ അപേക്ഷ ഓൺ ആണ്. പല കുട്ടികളും അപേക്ഷിച്ചിട്ടുണ്ട്. എന്നാലും ഒരുപാട് കുട്ടികൾ അപേക്ഷിക്കാൻ ബാക്കിയുണ്ട്. അപ്പം നിങ്ങളുടെ ശ്രദ്ധയിലേക്കാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. ഓക്കെ, 10ാം ക്ലാസ് യോഗ്യത വെച്ചിട്ട് ഇന്ത്യൻ പോലീസ് സേനയിലേക്ക് പോകാനുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. കേരളത്തിൽ പോലും നമുക്ക് പോലീസിൽ ജോയിൻ ചെയ്യാൻ അടിസ്ഥാന യോഗ്യത 10ാം ക്ലാസ് അല്ല. അവിടെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് +2 ആണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു കേന്ദ്ര സേനയിലേക്ക് നിങ്ങൾക്ക് SSLC യോഗ്യത മാത്രം വെച്ചുകൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് മാത്രമല്ല, കേരള പോലീസിൽ ജോയിൻ ചെയ്യുക എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ടഫറാണ്. ബിക്കോസ് അവിടുത്തെ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് 8 ഐറ്റത്തിൽ 5 ഐറ്റം ക്ലിയർ ചെയ്യണം. ഓക്കെ, 8 ഐറ്റം ഉണ്ട്, അതിൽ 5 ഐറ്റം ക്ലിയർ ചെയ്ത് മാത്രമേ SSCയിൽ കേരള പോലീസിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അത് മാത്രമല്ല, അവിടുത്തെ റിട്ടൺ എക്സാമിനേഷൻ എന്ന് പറയുന്നത് കേരള PSC നടത്തുന്ന എക്സാമിനേഷനാണ്. കേരള PSC അത്ര എളുപ്പമല്ല കമ്പാരിറ്റീവ് ടു SSC. ഓക്കെ, ഈ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താ പറയുക, കുറച്ചുകൂടെ ടഫായിട്ട് വരും. അത് മാത്രമല്ല, ഒരുപാട് സമയമെടുക്കും. ഈ PSCയുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരുപാട് സമയമെടുക്കും. SSC എളുപ്പം എന്നല്ല ഞാൻ പറയുന്നത്, എങ്കിലും ഈ പറയുന്ന പ്രോസസ്സ് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം SSCയുടെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അത് ലേറ്റ് ആണ്, കാരണം കൊറോണ ഒക്കെ വന്നതുകൊണ്ടാണ്. അതർവൈസ് കേരള PSCനെ പോലെ ഒരു 3 കൊല്ലമൊന്നും എടുക്കുന്ന ഒരു അവസ്ഥ സാധാരണഗതിയിൽ ഡിഫൻസ് ഫോഴ്സസിൻ്റെ അല്ലെങ്കിൽ പാരാമിലിറ്ററി ഫോഴ്സസിൻ്റെ അല്ലെങ്കിൽ സെൻട്രൽ പോലീസ് ഫോഴ്സസിൻ്റെ എക്സാംസിന് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു മികച്ച അവസരമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വന്നു ചേർന്നിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് 10ാം ക്ലാസ് യോഗ്യതയുള്ള എല്ലാവർക്കും ഇത് അപേക്ഷിക്കുക. ഇതിൻ്റെ അവസാന തീയതി ഓഗസ്റ്റ് 31-ാം തീയതിയാണ്. ഓക്കെ, ഇനിയൊരു 4-5 ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം മാത്രമേ ഇതിൻ്റെ നിങ്ങളുടെ മുന്നിലുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും അപേക്ഷിക്കുക. എന്താണെന്ന് നമുക്ക് നോക്കാം. കേന്ദ്ര പോലീസ് സേനകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ പാരാമിലിറ്ററി ഫോഴ്സ് ആയിട്ടുള്ള, വളരെ പഴക്കം ചെന്ന ഫോഴ്സ് ആയിട്ടുള്ള ആസാം റൈഫിൾസ്. ഓക്കെ, ആസാം റൈഫിൾസിലും അപേക്ഷ വിളിച്ചിട്ടുണ്ട്. അവിടെ റൈഫിൾ മാൻ എന്ന പോസ്റ്റിലേക്കാണ് ആസാം റൈഫിൾസിൽ വിളിച്ചിരിക്കുന്നത്. അതുപോലെ സെൻട്രൽ പോലീസ് ഫോഴ്സസ്, ബാക്കിയൊക്കെ CPO എന്നാണ് പറയുക, സെൻട്രൽ പോലീസ് ഫോഴ്സ്, CAPF. ഓക്കെ, CAPF എന്നാണ് പറയുന്നത്. അതിൽ കോൺസ്റ്റബിൾ റാങ്കിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, ദാറ്റ് ഈസ് CISF, BSF, CISF, ITBP, സശസ്ത്ര സീമാ ബൽ, സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ആസാം റൈഫിൾസ്. ഇത്രയും ഫോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇത് അപേക്ഷിക്കാം. 157 സെൻറ്റിമീറ്ററാണ് പെൺകുട്ടികളുടെ ഹൈറ്റ്. 157. ഹൈറ്റിൻ്റെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. 157 സെൻറ്റിമീറ്റർ തന്നെ വേണം പെൺകുട്ടികൾക്ക്. ആൺകുട്ടികൾക്ക് 170 സെൻറ്റിമീറ്റർ. 170 സെൻറ്റിമീറ്റർ ആൺകുട്ടികൾക്ക് വേണം. ഓക്കെ, സോ ഏജിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് നമുക്ക് നോക്കാം. 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ് ഉള്ള കുട്ടികൾക്കാണ് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക. ഓക്കെ, ആർമിയുടേത് എന്തായിരുന്നു, 17 വയസ്സ് മുതൽ അപേക്ഷിക്കായിരുന്നു. പക്ഷേ ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, 18 വയസ്സ് മുതൽ ഉള്ള കുട്ടികൾക്കാണ് അപേക്ഷ കൊടുക്കാൻ പറ്റുന്നത്. 18നും 23 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് അപേക്ഷ കൊടുക്കാം. അതിന് പ്രത്യേക ഡേറ്റ് പറഞ്ഞിട്ട് 2 ജൂലൈ 1998നും ഓഗസ്റ്റ് 1, 2003നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഓക്കെ, ദാറ്റ് മീൻസ് ഓഗസ്റ്റ് 2-ാം തീയതി ആയിക്കഴിഞ്ഞാൽ, ആഗസ്റ്റ് 2-ാം തീയതി 2003 ആണെങ്കിൽ നമ്മൾ താരതമ്യേന നിങ്ങൾ ചെറിയ കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾ 18 വയസ്സായിട്ടില്ല എന്നാണ് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം കണക്കാക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്രാവശ്യം അപേക്ഷിക്കാൻ സാധിക്കില്ല. അപേക്ഷിക്കാൻ പറ്റുന്ന ഏജ് ഇതിൻ്റെ ഉള്ളിലായിരിക്കണം. 1998 ജൂലൈ 2-നും 1 ഓഗസ്റ്റ് 2003നും ഇടയിൽ ജനിച്ചവർ, 2 തീയതി ഉൾപ്പെടെ. ഇനി ഇതിനൊരു ഏജ് റിലാക്സേഷൻ ഉണ്ട്. ആർമിയിൽ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഏജ് റിലാക്സേഷൻ ഉണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ്. അത് OBCക്കാർക്ക് 3 കൊല്ലവും സെൻട്രൽ ഗവൺമെൻറ് അനുവദിക്കുന്ന ഒരു ഏജ് റിലാക്സേഷനാണ്. അതുപോലെ തന്നെ SC/STക്കാർക്ക് 5 വർഷത്തിൻ്റെ റിലാക്സേഷൻ. അപ്പോൾ നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കണക്കാക്കുമ്പോൾ ഇതിനോട് 3 കൂട്ടിയാൽ മതി. ഓക്കെ, ഇത് കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കണക്കാക്കുക. അപ്പം
95 ജൂലൈ 2 ശേഷം ജനിക്കുന്നവർക്ക് OBC-കാർക്ക് 95 ജൂലൈ 2 ശേഷം ജനിച്ച കുട്ടികൾക്ക് പറ്റും. അതുപോലെ തന്നെ 93 ജൂലൈ 2 ശേഷം ജനിച്ച SC/ST-കാർക്ക് പറ്റും. OBC-കാർക്ക് 95 ജൂലൈ 2 ശേഷവും SC/ST-കാർക്ക് 93 ജൂലൈ 2 ശേഷമുള്ളവർക്ക് പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഏജ് റിലാക്സേഷൻ ബാധകമാണ്. ഇതിൻ്റെ അടിസ്ഥാന യോഗ്യത ഞാൻ പറഞ്ഞു, 10ാം ക്ലാസ് യോഗ്യത വെച്ചിട്ടുള്ള അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണിത്. ഓക്കെ, ഏറ്റവും കൂടുതൽ വേക്കൻസീസ് 25,000+ വേക്കൻസീസ് ഉണ്ട്. അതിന് സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുണ്ട്. അതിൽ 25,000 എന്നുള്ളത് അത്രയും സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ ഉണ്ടാവില്ല. അത് ഓരോന്നിനും പ്രത്യേകം ഓരോ സ്റ്റേറ്റിലേക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും നല്ലൊരു അവസരമാണ് എല്ലാവർക്കും വന്നു ചേർന്നിരിക്കുന്നത്. നമുക്ക് ജോയിൻ ചെയ്യാൻ ഒരു സീറ്റ് മതിയല്ലോ. ഓക്കെ, ആ ഒരു തത്വം ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, നെഗറ്റീവായിട്ട് പല ചിന്തകളും വരും, കുറേ വേക്കൻസീസ് ഇല്ല എന്നൊക്കെ വരും. എങ്കിലും പ്രധാനപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത് വന്നു ചേർന്നിരിക്കുന്നത്. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരും. ഓക്കെ, സോ വേക്കൻസീസ് ഈസ് 25,271 മെൻ ആൻഡ് വിമൻ, 2 പേർക്കും അപേക്ഷിക്കാൻ പറ്റുന്നതാണെന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞു. ഇതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ഈ പരീക്ഷയുടെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത, ആർമിക്കില്ലാത്ത മറ്റൊരു പ്രത്യേകതയാണ് ഏജ് റിലാക്സേഷനും അതുപോലെ തന്നെ SC/ST OBC റിസർവേഷൻ. അപ്പോൾ നിങ്ങൾ SC/ST-യോ OBC-യോ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക റിസർവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ജനറൽക്കാർക്ക് പ്രത്യേക ജനറൽ കാറ്റഗറിയിലുള്ള വേക്കൻസീസും ഉണ്ട്. അപ്പോൾ ഇതൊന്നും എവിടെ ഉണ്ടായിരുന്നില്ല? ഡിഫൻസ് ഫോഴ്സസ്, ദാറ്റ് ഈസ് ആർമി നേവി എയർഫോഴ്സിൽ ഉണ്ടായിരുന്നില്ല. കോസ്റ്റ് ഗാർഡിലുണ്ട്, ആർമി നേവി എയർഫോഴ്സിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ SSC GDക്ക് അതൊരു വലിയ പ്രത്യേകതയാണ്. ഓക്കെ, സോ SSC GD വേക്കൻസി ഡീറ്റെയിൽസ് 2 കോൺസ്റ്റബിൾ ആൻഡ് റൈഫിൾമാൻ. കോൺസ്റ്റബിൾ ഈസ് CAPF, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസിലാണ് കോൺസ്റ്റബിൾ പോസ്റ്റ്. റൈഫിൾമാൻ എന്നുള്ളത് ആസാം റൈഫിൾസിലേക്കാണ്. ഇതിൻ്റെ സാലറി ആണ് വളരെ ചിന്തിക്കേണ്ട കാര്യം. 21,700 മുതൽ 69,100 വരെ ഇതിൻ്റെ ബേസിക്കാണ് പറയുന്നത്. അപ്പം സ്റ്റാർട്ടിംഗ് ബേസിക് എന്ന് പറയുന്നത് 21,700. അപ്പം നിങ്ങൾക്ക് ബാക്കിയുള്ളതെല്ലാം കൂടെ കൂട്ടിയിട്ട് 35,000-ഓളം രൂപ നിങ്ങൾക്ക് സാലറി ആയിട്ട് കിട്ടും. ഓക്കെ, അതൊരു മാന്യമായിട്ടുള്ള നല്ലൊരു ശമ്പളമാണ് ലഭിക്കാൻ പോകുന്നത്. ഒരു 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരാൾക്ക് വളരെ ഡീസൻ്റായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാലറിയാണ്. സോ അത് മനസ്സിൽ കണ്ടുകൊണ്ടാവണം പ്രിപ്പയർ ചെയ്യേണ്ടത്. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ദേശത്തോടുള്ള, രാജ്യത്തോടുള്ള ഒരു കടമയും നിങ്ങളുടെ അഡ്വഞ്ചറസ് സ്പിരിറ്റൊക്കെ കൊണ്ടായിരിക്കും ഡിഫൻസ് ഫോഴ്സസിലേക്ക് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലതാണ്, അത് തന്നെയാണ് വേണ്ടത്. പക്ഷെ അതിൻ്റെ കൂടെ സാലറി നല്ലതാണെന്നുള്ള ഒരു ധൈര്യം കൂടെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. ഓക്കെ, സോ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് 4 ലെവൽ ടെസ്റ്റാണ്. ഫസ്റ്റ് വൺ ഈസ് റിട്ടൺ എക്സാമിനേഷൻ. ആർമിയിലൊക്കെ എന്തായിരുന്നു? ഫിസിക്കൽ ടെസ്റ്റ് ആയിരുന്നു ആദ്യം, ആർമി റാലിക്ക്. പക്ഷേ ഇവിടെ റിട്ടൺ എക്സാമിനേഷനാണ് ആദ്യം. ഇത് SSC നടത്തുന്ന റിട്ടൺ എക്സാമിനേഷനാണ്. ഇന്ത്യയിൽ 2 ഏജൻസികളിൽ, ഒന്ന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും അതുപോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും ഉണ്ട്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഓഫീസർ പോസ്റ്റിലേക്കുള്ള, അതായത് IAS, IPS, സിവിൽ സർവീസ്, അതുപോലെ തന്നെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസിൻ്റെ അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് പോസ്റ്റിലേക്ക് UPSC നടത്തുന്ന പരീക്ഷ ഉണ്ടാവുക. അതൊക്കെ നടത്തുന്നത് UPSC ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും NDA പരീക്ഷ, അങ്ങനെയുള്ള എന്താ പറയുക സിവിൽ സർവീസ് പരീക്ഷ ഒക്കെ നടത്തുന്നത് UPSC ആണ്. നല്ല ടഫായിട്ടുള്ള പരീക്ഷയാണ്. നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രം, കുറച്ച് കൊല്ലം കൊണ്ടുള്ള പ്രിപ്പറേഷൻ കൊണ്ടൊക്കെയാണ് ആൾക്കാർ അത് ക്ലിയർ ചെയ്യുന്നത്. നേരെ മറിച്ച് അതിൻ്റെ തൊട്ട് താഴെയുള്ള SSC എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലത്തെ പ്രിപ്പറേഷൻ കൊണ്ട് നിങ്ങൾക്ക് ബേസിക് ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ, ഒരു ബുദ്ധിയൊക്കെ കാര്യമായിട്ടുള്ള ഒരു മാത്തമെറ്റിക്കൽ ഒരു ആപ്റ്റിറ്റ്യൂഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാലം കൊണ്ട് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, SSCയുടെ പരീക്ഷ. അപ്പോൾ അതാണ് റിട്ടൺ എക്സാമിനേഷനാണ് ആദ്യം. ഇത് നടത്തുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. സെക്കൻഡ് വൺ ഈസ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. ഇത് ഫോഴ്സസ് കണ്ടക്ട് ചെയ്യുന്നതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. ഇതിൽ ഒറ്റ കാര്യമുള്ളൂ, ആൺകുട്ടികൾക്ക് 5 കിലോമീറ്റർ റണ്ണിങ്, 5 കിലോമീറ്റർ റണ്ണിങ്, ആൻഡ് പെൺകുട്ടികൾക്ക് 1600 മീറ്റർ ഓട്ടം. എന്താണെന്ന് നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് മനസ്സിലാക്കാം. സോ ദാറ്റ് ഈസ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. നിങ്ങളുടെ മെഷർമെൻ്റ് ആണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്.
ഓക്കെ. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് മെഡിക്കൽ ടെസ്റ്റ്. നിങ്ങളുടെ ബോഡി അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി ആൻഡ് മൈൻഡ് കംപ്ലീറ്റ്ലി ഫിറ്റ് ആണോ, ഒരു ഫോഴ്സസിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് മെഡിക്കൽ ടെസ്റ്റ്. ഓക്കെ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതിൽ 4 പ്രോസസ്സാണുള്ളത്. അതിൽ ഓരോന്നും നമുക്ക് നോക്കാം. സ്റ്റേജ് 1 ദാറ്റ് ഈസ് റിട്ടൺ എക്സാമിനേഷൻ ടെസ്റ്റ്. ദാറ്റ് ഈസ് 100 മാർക്കിൻ്റെ ചോദ്യമാണ്. 100 മാർക്ക് 100 ചോദ്യം. ഓക്കെ. 1.5 മണിക്കൂർ സമയം, 90 മിനിറ്റാണ് സമയം. 4 സബ്ജക്റ്റ്: ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ്, എലമെൻ്ററി മാത്തമാറ്റിക്സ്, ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഇംഗ്ലീഷ് ഓർ ഹിന്ദി, ദാറ്റ് ഈസ് ലാംഗ്വേജ്. ഈ 4 സബ്ജക്റ്റുകളാണ് 90 മിനിറ്റിൽ നിങ്ങൾ എഴുതേണ്ടത്. ദാറ്റ് മീൻസ് ഒന്നിന് 1 മിനിറ്റ് കിട്ടുമോ ഇല്ല. 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്ക്, 90 മിനിറ്റ്. അപ്പം നമ്മൾ ഊഹിക്കാം നമുക്ക് 1 മിനിറ്റ് എന്തായാലും ഒരു ക്വസ്റ്റ്യന് കിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ആണ്. ഇതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 0.25 മാർക്സ് നെഗറ്റീവ് മാർക്സ് ആണ്. 0.25 മാർക്സ് തെറ്റാണെങ്കിൽ നിങ്ങളുടെ മാർക്കിന്ന് കുറക്കും. അപ്പം 4 ക്വസ്റ്റ്യൻസ് തെറ്റാണെങ്കിൽ നിങ്ങളുടെ 1 മാർക്ക് ലഭിച്ച 1 മാർക്ക് പോകും. ഓക്കെ. അതാണ് റിട്ടൺ എക്സാമിനേഷൻ്റെ പ്രത്യേകത. ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ. സോ നെക്സ്റ്റ് വൺ ഈസ് സ്റ്റേജ് 2 ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. ഇത് വളരെ സിമ്പിളാണ്. ആർമീനെ പോലെ വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ആർമിയും കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. നമ്മുടെ കേരള പോലീസ് ഫോഴ്സിനെ അന്വേഷിക്കണ സമയത്ത് കേരള പോലീസ് ഫോഴ്സസിൽ 8 ഐറ്റം, അതിൽ 5 എണ്ണം പാസ്സാണ്. ആർമിയിലാണെങ്കിൽ റണ്ണിങ്, അതുപോലെ തന്നെ പുള്ളപ്പ് ആൻഡ് 4 എണ്ണം പുള്ളപ്പ്, 9 ഫീറ്റ് ഡിച്ച് ജമ്പിങ് ആൻഡ് ബാലൻസ് വാക്ക്. അവിടെ 4 എണ്ണേ പാസ്സാവാനുള്ളൂ. അതിൽ പ്രധാനപ്പെട്ടത് റണ്ണിങ്ങും പുള്ളപ്പുമാണ്. ഇവിടെ അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ. ദാറ്റ് ഈസ് 5 കിലോമീറ്റർ റണ്ണിങ്. ദാറ്റ് ഈസ് 24 മിനിറ്റ് കൊണ്ട് 5 കിലോമീറ്റർ ഓടുക എന്നുള്ളതാണ് ആൺകുട്ടികൾക്ക്. 8 മിനിറ്റ് കൊണ്ട് 1.6 കിലോമീറ്റർ, 1 മൈൽ ഓട്ടാണ് പെൺകുട്ടികൾക്ക്. ഇത് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. ഒരു നല്ല സ്റ്റാമിനയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴേ ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന നിലയിൽ റിട്ടൺ എക്സാമിനേഷനാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെങ്കിലും ദിവസവും നിങ്ങൾ നിങ്ങളുടെ ഒരു റൂട്ടീൻ നന്നാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു ഡിഫൻസ് ആസ്പിരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ദിവസവും റണ്ണിങ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓടുമ്പോൾ ആർമിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ 2-3 കിലോമീറ്ററൊക്കെ ഓടിയാൽ മതി. ഇതിന് വേണ്ടിയിട്ട് 5-6 കിലോമീറ്റർ ദിവസവും റണ്ണിങ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആൺകുട്ടികൾക്ക് ഈ സ്റ്റാമിന ബിൽഡപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് സ്റ്റാമിന ആവശ്യമാണ്. ഇത് കുറച്ചുകൂടെ ലോങ് ആണ്, 1.6 കിലോമീറ്റർ പോലെയല്ല. ഓക്കെ. സോ ദാറ്റ് ഈസ് ദ തിങ്. നെക്സ്റ്റ് ഈസ് സ്റ്റേജ് 3 ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. ഇതൊരു മെഷർമെൻറ്റ് ടെസ്റ്റാണ്. നിങ്ങൾക്ക് എന്തൊക്കെ സ്റ്റാൻഡേർഡാണ് വേണ്ടത്? ഹൈറ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, 170 സെൻറ്റിമീറ്റർ ആൺകുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് 157 സെൻറ്റിമീറ്റർ. ഇതാണ് ജനറലിനും OBCക്കും ഉള്ളത്. SC-കാർക്കും ഇത് തന്നെയാണ് ഹൈറ്റ്. ഇനി ST-കാർക്ക് മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. ST മെയിലിന് 162.5, SC-കാർക്കില്ല. ST-കാർക്കാണ് ഹൈറ്റിൽ റിലാക്സേഷൻ ഉള്ളത്. 162.5 റിലാക്സേഷൻ കഴിച്ചിട്ടുള്ള ഹൈറ്റ് ഇത്രയും വേണം. ST ഫീമെയിലിന് 150 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. അതുപോലെ തന്നെ ചെസ്റ്റ് 80 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ വേണം. ഇനി ST-കാർക്ക് മാത്രം 76-81 നോർമൽ, 81 എന്നുള്ളത് എക്സ്പാൻഷന് ശേഷമുള്ളത്. ഓക്കെ. ഇത്രയാണ് ഹൈറ്റ് ഡീറ്റെയിൽസ്, ഹൈറ്റ് ആൻഡ് ചെസ്റ്റ് ഡീറ്റെയിൽസ്. ദിസ് ഈസ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റാണ് ഇവിടെ നടക്കുന്നത്. കേരളത്തിൽ 7 സ്ഥലങ്ങളിൽ ഇതിന് റിട്ടൺ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ പെട്ടെന്ന് തന്നെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള സെൻറ്റർ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവർ തരുന്ന സെൻറ്റർ നിങ്ങൾ എടുക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കാം, 3 ഓപ്ഷൻസ് കൊടുക്കാം. കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം, തൃശ്ശൂർ, കോട്ടയം, കൊല്ലം, ട്രിവാൻഡ്രം, ഇത്രയും 7 ജില്ലകളിൽ ഇതിന് സെൻറ്ററുകളുണ്ട്. അപേക്ഷ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഓർഡറിൽ, നിങ്ങളുടെ അടുത്തനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇനിയും ലാഗ് ആക്കണ്ട, പെട്ടെന്ന് തന്നെ അപേക്ഷ കൊടുക്കുക. ഓക്കെ. ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ssc.nic.in നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ജനറലുകാർക്ക് 100 രൂപയും SC/ST എക്സ് സർവീസ്മെൻകാർക്ക് ഫീസ് ഇളവും ഉണ്ട്. ഓക്കെ. അപേക്ഷ കൊടുക്കാനുള്ള കാര്യങ്ങൾ, അപേക്ഷ കൊടുക്കാനുള്ള രേഖ നിങ്ങളുടെ കയ്യിൽ വോട്ടർ ID കാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങളുടെ കയ്യിൽ വേണം. ഒരു മൊബൈൽ നമ്പർ വേണം. അതുപോലെ തന്നെ ഇമെയിൽ ID, ആധാർ കാർഡ് ആൻഡ് ആധാർ നമ്പർ,
പിന്നെ അതുപോലെ SSLC ബുക്കിൻ്റെ ഒരു കോപ്പി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ പോകാവുന്നതാണ്. അതിൻ്റെ കൂടെ ഒരു ഫോട്ടോ കൂടെ കയ്യിൽ കരുതണം. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഫോട്ടോൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടുത്തുള്ള നിങ്ങളുടെ അക്ഷയ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൻ്റെ കൂടെ ഞാൻ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ വെക്കാം. അപ്പോൾ അതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഇതിലും ആ ഫോട്ടോൻ്റെ ക്ലാരിറ്റീനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ആൻഡ് ദ ലാസ്റ്റ് ഡേറ്റ് ഈസ് August 31st. August 31st മുമ്പേ തന്നെ അപേക്ഷിക്കണം. അവസാന തീയതി അപേക്ഷിക്കാമെന്ന് വിചാരിച്ച് കാത്തു നിൽക്കരുത്. അതുകൊണ്ട് തന്നെ അവസാന ദിവസം ഇത് എത്രത്തോളം ഹാങ് ആവുമെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും അന്ന് അപേക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. അത് നമ്മുടെ കുട്ടികൾ, നമ്മുടെ നാട്ടിലെല്ലാവരും പെട്ടെന്ന് തന്നെ അപേക്ഷ കൊടുക്കുക. ഓക്കെ, ആൻഡ് മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമി അതിൻ്റെ SSCയുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ റിട്ടൺ എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനാണ് ഇപ്പോൾ ഉള്ളത്. അതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 4 സബ്ജക്റ്റിനുള്ള ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സസ് മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമി നിങ്ങൾക്ക് നൽകുന്നതാണ്. അത് ഓൺലൈൻ ആപ്ലിക്കേഷനിലൂടെ, മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ ആപ്ലിക്കേഷനിലൂടെ നിങ്ങളുടേതായ ടൈമിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് നടത്താവുന്നതാണ്. അതിൻ്റെ ക്ലാസ്സസും അതിൻ്റെ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, സോ ക്ലാസ്സസ് ഇത് ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ് പോലെ നിങ്ങളെ നിർബന്ധിച്ച് പഠിപ്പിക്കാൻ ഓഫ്ലൈനിൽ പറ്റില്ല. പക്ഷെ എന്നാലും നല്ല ബെസ്റ്റ് ക്ലാസ്സസ് ആണ്. അത് നിങ്ങൾക്ക് ആപ്പിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങളുടെ ടൈമിൽ തന്നെ, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ജോലിയൊക്കെ ചെയ്യുന്നവരായിരിക്കും. ജോലിക്കൊക്കെ പോകുന്നവർക്ക് നിങ്ങളുടേതായ ടൈമിൽ രാത്രിയൊക്കെ തന്നെ ക്ലാസ്സസ് കാണാനും അത് നോട്ട്സ് എഴുതിയെടുക്കാനും ഒക്കെയുള്ള അവസരം ലഭിക്കും. അപ്പം ഇതിൽ ജോയിൻ ചെയ്യാൻ, നമ്മുടെ ആപ്ലിക്കേഷനിലൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കേണ്ട നമ്പർ 8943901234 എന്ന നമ്പറിലേക്കാണ്. അപ്പം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ആശംസകൾ. ഇത്തരം വീഡിയോകൾ, ഡിഫൻസ് മേഖലയിലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.